ബീഹാറിൽ രണ്ടാം ഘട്ട പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിലെ പോളിംഗ് 65%. ഇന്നിപ്പോൾ 3 മണിയോടെ 60%-ലെത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ്. അജിംസെ, നമുക്കറിയാം ബീഹാറിലെ സീമാഞ്ചൽ മേഖല അടക്കമാണിന്ന് വോട്ടെടുപ്പ് നടക്കുന്ന 20 ജില്ലകളിലായിട്ട് 122 മണ്ഡലങ്ങളിൽ. ഇന്നലെ വൈകുന്നേരമാണ് ഈ സ്ഫോടനം നടക്കുന്നത്. സീമാഞ്ചൽ നമുക്കറിയാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം കൂടിയിട്ടാണ്. അത്തരം ഒരു സ്ഫോടനത്തിൻ്റെ അലയൊലികളൊക്കെ ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമോ ബീഹാറിൽ? ഡൽഹിയിൽ ഒരു ബോംബ് പൊട്ടി അതിലൊരു ബീഹാർ സ്വദേശി മരിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, അയാൾ ബീഹാർ സ്വദേശിയാണ്, അവിടെ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് ബീഹാറിൽ ഈ ഒരു ബോംബ് സ്ഫോടനം അവരുടെ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം വെച്ചാൽ ഇതിൻ്റെ ഒന്നാം ഫേസ് നമുക്ക് കഴിഞ്ഞതാണല്ലോ. ഒന്നാം ഫേസിൽ നമ്മൾ കണ്ടത് എന്താണ്? ബീഹാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അതിന് കാരണം എന്തായിരിക്കും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിൻ്റെ കാരണം പ്രധാനമായും വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് മഹാഗഡ്ബന്ധൻ ബീഹാറിൽ നടത്തിയിട്ടുള്ള കാടിളക്കിയുള്ള പ്രചാരണമാണ്. 2 കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്. ഈ 66 ലക്ഷം പേരെ ഒഴിവാക്കി നിങ്ങളുടെ വോട്ട് കവർന്നെടുക്കുന്നു, നിങ്ങളുടെ സമ്മതിദാനാവകാശം കവർന്നെടുക്കുന്നു എന്നുള്ളൊരു വലിയ രാഷ്ട്രീയ പ്രശ്നം ജനങ്ങളുടെ മുമ്പിൽ മഹാഗഡ്ബന്ധൻ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഉയർത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുക, ഉള്ള വോട്ട് ചെയ്യുക എന്നുള്ളത് ബീഹാറിലെ വോട്ടർമാർ ഒരു രാഷ്ട്രീയ കടമയായിട്ട് ഏറ്റെടുത്തു എന്നാണ് ഒന്നാമത്തെ ഘട്ട പോളിംഗ് ആണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ പോളിംഗ് ശതമാനം കൂടുന്നത് ആര് സഹായിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പൊതുവെ അത്തരം ചില തിയറികൾ പോളിംഗ് ശതമാനം കൂടുമ്പോൾ ഈ അനലിസ്റ്റുകൾ പുറത്തെടുക്കാറുണ്ട്. പക്ഷേ ബീഹാറിൻ്റെ കാര്യത്തിൽ അതും പറയാൻ പറ്റില്ല. ബീഹാറിൽ പോളിംഗ് ശതമാനം കൂടുന്നത് എന്തിൻ്റെ ട്രെൻഡാണ്? അതൊരു ആൻറ്റി ഇൻകംബൻസി ട്രെൻഡാണോ, മഹാഗഡ്ബന്ധന് അനുകൂലമായിട്ടുള്ളതാണോ, അതല്ല രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആക്ഷേപത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അങ്ങനെ വോട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇത് വോട്ടുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്നതാണോ? ഇത്തരം സൂചന നമുക്കറിയില്ല. പക്ഷേ ഒന്നാം ഘട്ട പോളിങ്ങിൽ ആ കണ്ട റെക്കോർഡ് പോളിംഗ് ശതമാനം ചില സൂചനകൾ നൽകുന്നുണ്ട്. ആ സൂചനകൾ മുന്നിൽ വച്ച് രണ്ടാം ഘട്ട പോളിങ്ങിലേക്ക് ഇരു മുന്നണികളും മഹാഗഡ്ബന്ധനും NDAയും എന്ത് സ്ട്രാറ്റജി എടുത്തു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒന്നാം ഘട്ട പോളിംഗിനും രണ്ടാം ഘട്ട പോളിംഗിനിടയിൽ കുറച്ച് ദിവസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുറച്ച് ദിവസങ്ങൾക്കിടയിലും ഞാൻ പറയുന്നത് അവരെന്തെങ്കിലും സ്ട്രാറ്റജി മാറ്റിയോ, അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതിൽ നിന്ന് വേറെ എന്തെങ്കിലും പറയാൻ തുടങ്ങിയോ? ഒന്നും പറഞ്ഞിട്ടില്ല. അതുവരെ ചെയ്തതിൽ നിന്നെന്തോ പുതുതായിട്ട് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി രൂപപ്പെടുത്തി അതില്ല. ഇനി ബീഹാറിനകത്തുള്ള പ്രചാരണത്തിൽ, നിശബ്ദ പ്രചാരണങ്ങളിൽ മറ്റെന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അതുവരെ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ സുകേഷ് ചോദിച്ചതുപോലെ രണ്ടാം ഘട്ട പോളിംഗിൻ്റെ തൊട്ട് തലേ രാത്രി ഒരു ബോംബ് സ്ഫോടനം നടക്കുന്നു. അത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? അത് ആ സംസ്ഥാനത്തല്ല നടക്കുന്നത്, മറ്റൊരു സംസ്ഥാനത്താണ്, രാജ്യതലസ്ഥാനത്താണ്. ഇതിലേറ്റവും വളരെ ദുരൂഹമായൊരു കാര്യം ഇന്നലെ കോൺഗ്രസ് നേതാവ് പവൻ ഖേഡ അദ്ദേഹം മാധ്യമങ്ങളോട് ചൂണ്ടിക്കാട്ടിയിരുന്നു. PTI അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ബോംബ് സ്ഫോടനം നടക്കുന്ന സമയത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിൽ തന്നെയുള്ളൊരു ഹോട്ടലിൽ ഒരു ഉന്നതതല യോഗം നടത്തുകയാണ്. ഈ ഉന്നതതല യോഗത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. ഉന്നതതല യോഗം എന്ന് പറഞ്ഞാൽ ഈ ഫരീദാബാദ് മോഡ്യൂൾ ബസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്തിനാണ് ഒരു സ്വകാര്യ ഹോട്ടലിൽ കൂടിയെന്നുള്ള നമുക്ക് വിവരമില്ല. ഇനി ഈ ഉന്നതതല യോഗം ANA ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ 5-6 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മറ്റൊരു കാര്യം. എങ്ങനെയാണ് രഹസ്യമായ ഉന്നതതല യോഗം ചേരുന്നത് നമുക്കറിയില്ല. ഇനി ഈ ഉന്നതതല യോഗം നടന്നൊരു ഹോട്ടലിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗം ഒന്ന് ബ്ലാസ്റ്റിന് ശേഷം നടക്കുന്ന മറ്റൊരു യോഗമുണ്ട്. ആ യോഗത്തെക്കുറിച്ചാണ് ഞാൻ നേരത്തെ ANA കവർ ചെയ്തതെന്ന് പറയുന്നത്. അതിന് മുമ്പ് നടന്ന ഈ യോഗത്തിന് അമിത്ഷാ പങ്കെടുത്ത ഹോട്ടലിൻ്റെ CCTVകൾ മുഴുവനായി തുണി കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു. അപ്പോൾ പവൻ ഖേഡ മാധ്യമങ്ങൾ വിളിച്ച് കാണിച്ചു എന്തിനാണത്? മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, ചിലപ്പോൾ ഹോട്ടലുകാർ ചെയ്തായിരിക്കും. എന്തിനാണ് ഹോട്ടലുകാർ CCTV ക്ലോസ് ചെയ്യുന്നത്? ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ എന്തിനാണ് CCTV മൂടി വയ്ക്കുന്നതെന്ന് പവൻ ഖേഡ ചോദിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അവരെ സമ്മർദ്ദത്തിലാക്കി അങ്ങനെ ചെയ്യിപ്പിച്ചതായിരിക്കാം. നമുക്കറിയില്ല എന്തിനാണ് അതൊക്കെ ചെയ്തതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അമിത്ഷാ എന്തിനാണ് അങ്ങനെ ഒരു രഹസ്യ മീറ്റിങ്ങിൽ ആ സമയത്ത് കൂടിയത്? പവൻ ഖേഡ ചോദിക്കുന്നത് ബീഹാർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വല്ല അട്ടിമറിയും പ്ലാൻ ചെയ്യുകയാണോ എന്നാണ് പവൻ ഖേഡ ചോദിക്കുന്നത്. അതെന്തുമാവട്ടെ, പക്ഷേ പ്രത്യക്ഷത്തിൽ സ്ട്രാറ്റജിക്കലായിട്ട് ഒരു മാറ്റവും ഇരു മുന്നണികളുടെ കാര്യത്തിലും ബീഹാറിൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടില്ല. നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മൾ പോരുന്നവരെ നല്ല മികച്ച പോളിംഗാണ്. ഇപ്പോൾ തന്നെ 60% മറ്റോ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മണിക്കൂറുകളുണ്ട്. തീർച്ചയായിട്ടും ഒന്നാം ഫേസിലേക്കാൾ കൂടുതൽ പോളിംഗ് രണ്ടാം ഫേസിലുണ്ടാകും. അപ്പോൾ അങ്ങനെ പോളിംഗ് ശതമാനം കൂടുന്നതിനിപ്പോൾ ഡൽഹിയിൽ ബോംബ് പൊട്ടിയിട്ടാണ്, ആളുകൾ മരിച്ചിട്ടാണെന്നും പറയാൻ കഴിയില്ല. ആ ഒരു ട്രെൻഡാണ്. ഒന്നാം ഫേസിൽ കണ്ടൊരു ട്രെൻഡ് നമ്മൾ രണ്ടാം ഫേസിലും കാണുന്നു. രാവിലെ തന്നെ 9-1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 45% മുകളിലാണ് പോളിംഗ് പോകുന്നത്. അപ്പോൾ മികച്ച പോളിംഗാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഫലം എന്താകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതിൻ്റെ കാരണം
പോളിംഗ് ശതമാനം ബീഹാറിൽ കൂടുന്നത് ഏത് മുന്നണിയെ സഹായിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അതിൻ്റെ ഒരു കാരണം ഇതിനു മുമ്പ് നടന്നിട്ടുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് ശതമാനമാണ്. നമുക്കറിയാം മഹാരാഷ്ട്രയിൽ എന്താണ് കണ്ടത്. മഹാരാഷ്ട്രയിൽ 5 മണിക്ക് ശേഷം വലിയ തോതിൽ നമ്പറുകൾ കൂടുന്നു. വലിയ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വോട്ടുകൾ 5 മണിക്ക് ശേഷം പോൾ ചെയ്യപ്പെടുന്നു. അത് ആളുകൾ എന്നാൽ 5 മണി വെയിലൊക്കെ ആറി കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യാമെന്ന് കരുതി കൂട്ടത്തോടൊന്നും വോട്ട് ചെയ്തതാണ്. അല്ല, അതിനെക്കുറിച്ച് ധാരാളം ആരോപണങ്ങൾ ഇന്ത്യ മുന്നണി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ബീഹാറിൽ പോളിംഗ് ശതമാനം കൂടുന്നത് ആളുകൾ തന്നെ വോട്ട് ചെയ്യുന്നതാണോ, ഇനി അതല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ, കൃത്യമായ കണക്ക് പുറത്തുകൊണ്ടില്ല. ഇപ്പോൾ ഒന്നാം ഫേസിൽ പോൾ ചെയ്ത എത്ര പുരുഷന്മാർ, എത്ര സ്ത്രീകൾ തുടങ്ങിയ കണക്കുകളൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അറിയില്ല. മുമ്പൊക്കെയാണ് അത്തരം വിവരങ്ങൾ കിട്ടുമായിരുന്നു. പോളിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ പോൾ ചെയ്യപ്പെട്ട ടോട്ടൽ ആളുകളുടെ വോട്ടർമാരുടെ എണ്ണം, പെർസെൻറ്റേജ് അല്ല, കൃത്യം വോട്ടർമാരുടെ എണ്ണം, ആകെ വോട്ടർമാർ, പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണം ഇതൊക്കെ ലഭിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള വിവരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ തരത്തിലുള്ള അനലൈസ് സാധ്യമല്ലാത്തൊരു കാലഘട്ടമാണ്. എന്തായാലും നമുക്ക് റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കാം എന്നേ പറയാനുള്ളൂ. അതെ, എല്ലാ തെരഞ്ഞെടുപ്പിലും ധാരാളം വാഗ്ദാനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നൽകാറുണ്ട്. ഇവിടെയും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പോടിയായിട്ട് സ്ത്രീകൾക്ക് 10,000 രൂപ വെച്ചിട്ട് നിതീഷ് കുമാർ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ ഇന്ത്യ സഖ്യവും പൈസ പ്രഖ്യാപിച്ചിട്ട് 30,000 രൂപ വരെ. ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൂടിയിട്ട് സാധാരണക്കാരാണ് ബീഹാറിലുള്ളത്. അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവുക ഈ പോളിംഗ് ശതമാനം ഉയർന്ന്. പക്ഷേ ഈ പോളിംഗ് ശതമാനം ഉയർന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയേണ്ട കാര്യമാണ്. ഈ 10,000 രൂപയുടെ കഥ പറയുമ്പോഴേ നമ്മുടെ ഡൽഹി ബ്യൂറോ ചീഫ് ധനസുമത് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഈ 10,000 രൂപ കിട്ടാത്ത ഒരുപാട് പേര് അദ്ദേഹം കാണുക. 10,000 രൂപ പ്രഖ്യാപിച്ചു പലർക്കും, പക്ഷേ കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവിടുത്തെ വോട്ടിങ്ങിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലെ തന്നെ ആ സ്ത്രീകൾ പൊതുവേ നിരാശരാണെന്നാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്ന കാര്യം. കാരണം ഇത് ഏറ്റവും അവസാന ഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട പല പദ്ധതികളുമുണ്ട്. അതിൻ്റെ എല്ലാം ബെനിഫിഷ്യറീസിന് അതെല്ലാം, അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് അതെല്ലാം കിട്ടിയെന്ന് ചോദിച്ചാൽ, ആ ഗുണഭോക്താക്കളാകേണ്ടവർക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ പലയിടത്തും കിട്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഏതാണ്ട് എല്ലാ സെക്ടറും തകർന്നിരിക്കാൻ അവിടെ ആളുകൾ പൊതുവെ ഇത്രയും ദീർഘകാലത്തെ ഈ ഭരണം മടുത്തു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ BJP ജയിക്കുമെന്നാണ് BJPയുടെ കോൺഫിഡൻസ്. ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ്, രാഹുൽ ഗാന്ധി മുങ്ങിത്താഴാൻ പോവുകയാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇതൊരു പോണ്ടിൽ ആൾക്കാരുടെ കൂടെ ചാടുന്നുണ്ടല്ലോ, ഒരു കുളത്തിൽ ഏതോ ഒരു ജലാശയത്തിൽ ചാടുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രതീകവൽക്കരണമാണ് മുങ്ങിത്താഴാൻ പോകുന്നതാണ് മോദി കളിയാക്കിയത്. അപ്പോൾ BJP അവിടെ ജയിക്കും എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എടുത്തു നോക്കാവുന്നതാണ്. അപ്പോൾ ഒരു പ്രത്യേകമായ കാരണം നമ്മളവിടെ ആഞ്ഞ് പരിശോധിച്ചാലും നമുക്ക് കാണാൻ പറ്റില്ല. ഒന്നാമത് ആൻറ്റി ഇൻകംബൻസി ഷുവറാണ്. ഇത്രയും 10-15 വർഷം അടുപ്പിച്ച് ഭരിച്ച ഒരു ഭരണകൂടത്തോട് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. രണ്ടാമത്തേതാണ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഒരു തകർന്ന് താരിപ്പണമായ ചെളി പോലത്തെ റോഡിന് നടുക്ക് കിടക്കുകയാണ് BJP നേതാവിൻ്റെ മുമ്പിൽ അവിടുത്തെ ഒരു മനുഷ്യൻ. അത് നിങ്ങൾ കണ്ടുപോകാൻ. അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ താറുമാറായ ഒരു സ്ഥലം, ആരോഗ്യമേഖല സമ്പൂർണ്ണമായും തകർന്ന ഒരു സ്ഥലം, വിദ്യാഭ്യാസ മേഖല ക്വാളിറ്റേറ്റീവ് അല്ലാത്ത സ്ഥലം, ജാതീയമായ സംഘർഷങ്ങളുള്ള സ്ഥലം, ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ്, ദേശീയ ശരാശരിയേക്കാൾ ക്രൈം റേറ്റ് കൂടിയ ഒരു സ്ഥലം, സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷയില്ലാത്ത സ്ഥലം. അവിടെ എങ്ങനെയാണ് BJP വീണ്ടും തുടരുമെന്ന് അവർ പറയുന്നത്? അപ്പോൾ നമ്മൾ വെറുതെ ഹരിയാനയിലേക്കൊന്ന് പോയി നോക്കുക. ഹരിയാനയിൽ BJP തുടരുമോ ഇല്ലയോ? അപ്പോൾ നമ്മളോട് ചില ഫാക്ടേഴ്സ് കണ്ടു. കർഷക സമരത്തിൻ്റെ വിളനിലമായ സ്ഥലം BJP തുടരുമോ? തുടരില്ല. അവിടെ ഗുസ്തിക്കാരായിട്ടുള്ള സ്ത്രീകൾ സമരം ചെയ്തു ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ. അതിൻ്റെ വലിയ ഇമ്പാക്റ്റ് ഏരിയ ഉള്ള സ്ഥലം BJP തുടരുമോ? ഇല്ല. നമ്മൾ കാരണങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പക്ഷേ BJP തുടർന്നു. അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി, BJP എന്തുകൊണ്ട് അവിടെ തുടർന്നു എന്നുള്ളത്. അപ്പോൾ കാരണങ്ങളും ഫലവും തമ്മിൽ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ BJP തുടരാനുള്ള ഒരു കാരണവുമില്ല, പക്ഷേ BJP തുടരുമെന്നാണ് വിചാരിക്കേണ്ടത്. വേണമെങ്കിൽ തുടർന്നേക്കാം. ഹരിയാനയിൽ BJP തുടരാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നില്ല, പക്ഷേ BJP തുടർന്നല്ലോ. അതാണ് നമ്മൾ കണ്ടത്. പിന്നെ ഹരിയാനയിൽ എന്താണ് സംഭവിച്ചതെന്ന് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ വീണ്ടും BJP അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളൊക്കെ എതിരായിട്ടും BJP ജയിച്ചല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും ആലോചിച്ചതാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷവുമെല്ലാം മോദി കാര്യമായിട്ട് ഇറങ്ങി വർഗീയത പ്രസംഗിച്ചിരുന്നു. ഇവിടെയും മോദി വർഗീയത പ്രസംഗിക്കുന്നുണ്ട്, നുഴഞ്ഞുകയറ്റക്കാർ കൊണ്ടുപോകാൻ പോകണം എല്ലാം എന്നുള്ളത്. അപ്പം മോദി വർഗീയത പ്രസംഗിച്ചാൽ ജയിക്കും, അപ്പം ജീവിത പ്രശ്നങ്ങൾ വലിയ കാര്യമല്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. കർണാടകയിൽ കോൺഗ്രസ് വലിയ നേട്ടം ഉണ്ടാക്കാമെന്നൊരു സംസ്ഥാനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നാണ് നമ്മൾ കരുതിയത്. കാരണം അവർക്കോട് ഭരണമൊക്കെ ഉണ്ട്. പക്ഷേ കൊലയോടെ പോയല്ലോ, വൻ തിരിച്ചടി ഉണ്ടായി. അപ്പോഴും നമ്മൾ വിചാരിച്ചു മോദി വന്നിട്ട് ഹേറ്റ് പ്രസംഗിച്ചതിൻ്റെ ഗുണമാണ് എന്ന്. പക്ഷെ ആണോ? കർണാടകയിൽ രാഹുൽ ഗാന്ധിയുടെ ടീം നടത്തിയതിൽ പരിശോധനയിൽ ഹേറ്റ് പ്രസംഗിച്ചതല്ല, സാധനം മറിച്ചതാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ BJPക്ക് എതിരായിട്ടുള്ള വോട്ട് വരേണ്ട എല്ലാ സാഹചര്യവും ബീഹാറിലുണ്ട്. ഞാൻ പറഞ്ഞ ആ പോയിൻ്റ് അതാണ്. BJPക്ക് എതിരായിട്ട് വോട്ട് വരേണ്ട എല്ലാ സാഹചര്യവും. ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. നിതീഷ് കുമാർ വലിയ നേതാവാണ്, പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ പഴയ പോലുള്ള പ്രഭയില്ല. JDU അവിടുത്തെ ഏറ്റവും പോപ്പുലർ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഇപ്പോൾ വലിയ ഗ്രിപ്പില്ല. എന്ന് വെച്ചാൽ തുല്യത്തിലാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. BJP പല സീറ്റുകൾ അവരെ പിടിച്ചെടുത്തു, അതിൻ്റെ അതിർത്തി അവർക്കുണ്ട്, ആ പാർട്ടിക്ക് അതുപോലുണ്ട്. പക്ഷേ നിലനിൽപ്പിൻ്റെ അവസാനത്തെ പ്രശ്നമായതുകൊണ്ട് അടി പബ്ലിക്കായിട്ട് പുറത്തു വരുന്നതേ ഉള്ളൂ. അപ്പോൾ JDUവിൻ്റെ ഗ്രിപ്പ് നഷ്ടപ്പെട്ട
നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവിൻ്റെ ഗ്രിപ്പ് നഷ്ടപ്പെട്ട, തൊഴിൽ പ്രശ്നങ്ങളുള്ള, വിദ്യാഭ്യാസ പ്രശ്നങ്ങളുള്ള, ആരോഗ്യ പ്രശ്നങ്ങളുള്ള, ക്രൈം റേറ്റ് കൂടിയ, ജാതി കലാപങ്ങളുള്ള ഒരു നാട്ടിൽ വീണ്ടും നിതീഷ് കുമാർ തന്നെ അധികാരത്തിൽ വരും എന്നെങ്ങനെ പറയും? അപ്പോൾ ഈ ഹേറ്റ് മോദി വന്ന് പ്രസംഗിച്ചല്ലോ, അത് ഘടകമാകുമെന്ന് വിചാരിച്ചാൽ അത് പ്രസംഗിച്ച കർണാടകയിൽ പക്ഷേ നടന്നെന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പരിധി കവിഞ്ഞാൽ വർക്കാവാൻ പോകുന്ന കാര്യമല്ല. ഒരു നിലയ്ക്കുള്ള വിഭജനവും. പിന്നെ എന്ത് സംഭവിക്കണം ജയിക്കണമെങ്കിൽ? നമ്മൾ ഉറ്റുനോക്കാൻ പോകുന്ന കാര്യം അതാണ്. ഇത്രയും അധികം ആളുകൾ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അവർ വോട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത് ന്യായമായും എന്തിനായിരിക്കും? കാരണം അവർ അവിടെ ഇളക്കി മറിച്ചാണ് രാഹുൽ ഗാന്ധിയും തേജസ്വിയും പ്രചരണം നടത്തിയത്. നിങ്ങൾ വേണമെന്ന് വോട്ട് ചെയ്തോ, നിങ്ങളുടെ വോട്ട് പോകാൻ പോവാണ്, നിങ്ങളുടെ അടിസ്ഥാനാവകാശം പോകാൻ പോവാണ്. അതവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്നതിൽ പ്രധാനമായിട്ട് പങ്കാളിത്തം വഹിച്ചിട്ടുള്ളൊരു സംഗതി അതായിരിക്കും. അവിടുത്തെ പല സർവേ ഏജൻസികളും പറയുന്ന ഒന്ന് 10,000 രൂപ ഇവർ കൊടുക്കുന്നു, അതിൽ കൂടുതൽ പൈസ തേജസ്വി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആളുകൾക്ക് കുറച്ചുകൂടി വിശ്വാസയോഗ്യമായിട്ട് പല ആൾക്കാരും ഈ മഹാഗഡ്ബന്ധനെ കുറിച്ചാണ് അഭിപ്രായം പറയുന്നതെന്നാണ്. അപ്പോൾ അവിടെ മഹാഗഡ്ബന്ധന് ആത്മവിശ്വാസം വെച്ച് പുലർത്താൻ കഴിയുന്ന ജെന്യുവിനായിട്ടുള്ള എല്ലാ റീസണും ഉണ്ട്. പക്ഷെ ഫലം അതായിരിക്കുമോ എന്ന് നമുക്കറിയില്ല. ഹരിയാനയിൽ കോൺഗ്രസ്സിന് ആത്മവിശ്വാസം കൊണ്ട് നടക്കാനുള്ള എല്ലാ ജെന്യുവിൻ റീസണും ഉണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണ് എന്ന് നമുക്കറിയാം. കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് കോൺഗ്രസ് വിചാരിച്ചു. സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. സംഭവിച്ചത് എന്താണെന്ന് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയും നോക്കൂ, ഇപ്പോൾ ബീഹാറിലെ എല്ലാ ഏജൻസികളും BJPക്ക് അനുകൂലമായി പറയുന്നു. പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അത് തന്നെയും സംഭവിക്കാതിരിക്കാം കേട്ടോ. അപ്പുറത്തേക്ക് സംഭവിക്കാനുള്ള സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്ഭുതമാണ്. പിന്നെ ജനവിധി എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? അതിനകത്ത് എന്തുമാത്രം ജനങ്ങളുടെ ഏതെങ്കിലും ക്രമക്കേടിൻ്റെ സാധ്യതകളെ, ക്രമക്കേടിൻ്റെ ഒരു നമ്പർ കണക്കുണ്ടാവുമല്ലോ, ആ നമ്പർ കണക്കിന് മേലെ കൂടി ജനം വരണം. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഹരിയാനയിലെ കാര്യം പറഞ്ഞു. 8 ലോക്സഭാ മണ്ഡലങ്ങൾ എങ്ങനെയാണ് 36 മുതൽ 4000 വരെയുള്ള മാർജിനിൽ എങ്ങനെയാണ് മറികടന്നതെന്ന് വെൽ പ്ലാൻഡ് ആയിരുന്നു, അറിയാലോ. 36 വോട്ടിനൊക്കെ തോറ്റുപോയ സ്ഥലങ്ങളിൽ 200 നമ്പറിലൊക്കെയാണ് ഈ പ്രീതിയും സ്വീറ്റിയും വിമലയൊക്കെ വോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ക്രമക്കേടിന് കണക്കാക്കി വെച്ചിരിക്കുന്ന നമ്പറിന് മേലെ കൂടെ ജനസാഗരം വന്ന് വോട്ട് ചെയ്താൽ ഇതൊക്കെ മറിയും. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ പല ആൾക്കും ആശങ്കയുണ്ട്. ആ ആശങ്കയോടുകൂടി തന്നെയാണ് വെള്ളിയാഴ്ച വരാൻ പോകുന്ന ഫലത്തെ കാത്തിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ബീഹാറിലെ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് വോട്ടെണ്ണൽ നടന്നാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ള. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. അതുകൊണ്ട് ബീഹാറിലെ വിധി എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം.